ചെന്താമരയുടെ കേസിൽ വിധി നാളെ കോടതി അക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ്. ഇന്നിപ്പോൾ ശിക്ഷാവിധി ഉണ്ടാകില്ല, നാളെ ആയിരിക്കും ശിക്ഷാവിധി എന്താണ് പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഗോകുൽ VS പങ്കുവയ്ക്കുന്നു. ഒപ്പം MS ലിഷോയും അവിടുന്ന് നൽകുന്ന വിവരം ഇതാണ്. വാദം പൂർത്തിയായി വിധി നാളെ ആയിരിക്കും ഉണ്ടാകുക. 2019 കൊലക്കേസ്, 2025 ഇരട്ടക്കൊലപാതകം, അങ്ങനെ 3 കൊലപാതക കേസിലെ പ്രതിയാണ് ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയാണ് കോടതി നൽകുക എന്ന കാര്യത്തിൽ ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്ത് തീർപ്പുണ്ടാകുന്നില്ല. വിധി പ്രസ്താവത്തിന് മുൻപ് വാദിഭാഗത്തെയും പ്രതിഭാഗത്തെയും പ്രതിയും ഒക്കെ കേൾക്കുന്ന രീതിയാണ് കോടതിക്കുള്ളത്. അതാണ് നടപടിക്രമം. സ്വാഭാവികമായും അക്കാര്യത്തിൽ ഇപ്പോൾ പ്രതിഭാഗത്തിൽ പ്രോസിക്യൂഷന് പറയാനുള്ളത് പരമാവധി ശിക്ഷ എന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും വാദങ്ങൾ ഉണ്ടായി. അതിന് പിന്നാലെയാണ് വാദം പൂർത്തിയായതിന് പിന്നാലെയാണ് ശിക്ഷാവിധി നാളെ ആയിരിക്കും എന്നത് വ്യക്തമാകുന്നത്. ലിഷോയ് പറയൂ. അതായത് പ്രതിഭാഗവും വാദിഭാഗവും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് യാതൊരു വിധത്തിലും ഈ ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകരുത് എന്നുള്ളതാണ് പ്രതിഭാഗം വീണ്ടും ആവർത്തിച്ച് ഈ കോടതിയെ ബോധിപ്പിച്ചത്. മാത്രമല്ല ഈ ചെന്താമരയ്ക്ക് ഈ അയൽക്കാരായിരുന്ന വ്യക്തികളെയൊക്കെ തന്നെ കൊലപ്പെടുത്താനായുള്ള അവസരങ്ങൾ പലപ്പോഴും ലഭിച്ചു. ആ സമയത്തൊന്നും തന്നെ ഇദ്ദേഹം ഇത് ചെയ്തില്ല എന്ന് മാത്രമല്ല പുഷ്പയോടുള്ള വൈരാഗ്യം ഉണ്ടെങ്കിൽ പോലും യാതൊരു വിധത്തിലും പിന്നീട് ആ വൈരാഗ്യം കാണിക്കാനായി ശ്രമിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ഗാന്ധിജിയെ പോലെയല്ല താൻ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് പിന്നീട് പറഞ്ഞത്. പക്ഷേ ഗാന്ധിജിയെ പോലെയല്ല താൻ എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് മറ്റുള്ളവരെ ആക്രമിക്കും എന്നുള്ളതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നും തന്നെ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കും, അതല്ലാതെ ആരെയും താൻ ആക്രമിക്കില്ല എന്നാണ് ചെന്താമര ഉദ്ദേശിച്ചതെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഈ പ്രതിക്ക് ഈ കേസ് ഉണ്ടായ സമയം മുതൽ തന്നെ അതായത് ഈ ചെന്താമരയെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് FIR ഇടുകയും FIRമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ തന്നെ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കോടതിക്ക് അകത്ത് നിന്ന് ഗോകുൽ കൂടി എത്തിയിട്ടുണ്ട്. ഗോകുൽ നാളെ ആയിരിക്കില്ല. വിശദമായ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത്? ഇന്ന് പ്രധാനമായും 2 തരത്തിലുള്ള വാദം, ഒന്ന് വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും ഉണ്ടായി. വാദിഭാഗം ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷ നൽകണം. കോടതിക്കുള്ളിൽ തന്നെ പ്രതി പറഞ്ഞ കാര്യങ്ങൾ കോടതിക്ക് മുന്നിലുണ്ട്. താൻ ഗാന്ധിജി അല്ല എന്നും ആക്രമിക്കുമെന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തെ വാദിഭാഗത്തിൻ്റെ വിസ്താരം. വാദിഭാഗം വാദിച്ചത് ഈ ഒരു കേസിൽ പരമാവധി ശിക്ഷയായ തൂക്കുകയർ തന്നെ നൽകണം എന്നുള്ള ഒരു വാദമാണ് വാദിഭാഗം ഉന്നയിച്ചത്. അതേസമയം തന്നെ പ്രതിഭാഗം സ്വാഭാവികമായും ശിക്ഷയിൽ ഇളവ് വേണം എന്നുള്ളൊരു കാര്യമാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഈ ഗാന്ധിജിയുടെ പരാമർശം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പറഞ്ഞത് ഗാന്ധിജി അല്ല താൻ എന്ന് പറഞ്ഞ് ചെന്താമര പറഞ്ഞത് തന്നെ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുമെന്നാണ്. അത് ഏതൊരു ജീവിയുടെയും നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സ്വഭാവമില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കേസിലുള്ളത്, സാക്ഷിമൊഴികളില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി ശിക്ഷ നൽകരുത്, തൂക്കുകയർ നൽകരുത് എന്നുള്ളൊരു വാദമാണ് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം തന്നെ വാദിഭാഗം ഈ കേസിൽ പരമാവധി ശിക്ഷയായിട്ടുള്ള തൂക്കുകയർ പ്രതിക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ചെന്താമരയ്ക്ക് നൽകരുത്. അത്രയ്ക്കും ക്രൂരനായ വ്യക്തിയാണ്. സമൂഹത്തിന് തന്നെ വളരെയേറെ അത് മോശമായ ഒരു സന്ദേശമാണ് നൽകുക എന്നുള്ള തരത്തിലുള്ള എല്ലാ വാദങ്ങളും ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതേസമയം തന്നെ ഈ ചെന്താമര യാതൊരു വിധത്തിലും ഈ ഒരു കൊലപാതകത്തിൽ പങ്കാളിയായിട്ടില്ല എന്നുള്ള ശക്തമായ വാദം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. പക്ഷേ കോടതിയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ചെന്താമര നടത്തിയ പരാമർശങ്ങൾ അതുകൂടി കോടതി മുഖവിലേക്ക് എടുക്കില്ലേ? സ്വാഭാവികമായും ഇത്തരത്തിലൊരു കേസിൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ കേസിൽ ചെന്താമര ആദ്യമായിട്ടുള്ള ഒരു കൊലപാതക കേസിൽ പ്രതിയാവുന്നത്. ഇതിനു മുൻപ് സജിത വധക്കേസിൽ പ്രതിയായ വ്യക്തിയാണ്. ജാമ്യത്തിലിറങ്ങി ഈ കേസിലെ ഇരയുടെ ഭർത്താവിനെയും അമ്മയെയുമാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ അത് കോടതി ഗൗരവത്തിലെടുക്കുന്ന ഒരു വിഷയമാണ്. അതിനുശേഷം ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് ശേഷം ചെന്താമര കോടതിയിൽ നടത്തിയ കാര്യങ്ങൾ, പരാമർശങ്ങൾ, ഇത് വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നത് എഴുതിക്കോളൂ എന്നുള്ളതാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശം. ലഭിച്ചാലും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും എഴുതാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നും കോടതിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു കേസിൽ വിധി പറയുമ്പോൾ അതെല്ലാം പരിഗണിക്കാനാണ് സാധ്യത. അതെല്ലാം തന്നെ ഉണ്ടാകും.